ഹലോ കൂട്ടുകാരെ, ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു റെസിപ്പിയാണ് കേട്ടോ ആലു പാലക്ക്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആലു പാലക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് പിന്നെ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് 1 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസായിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഒത്തിരി കുഞ്ഞു പീസായിട്ട് എടുക്കരുത്, ഒത്തിരി വലിയ പീസായിട്ട് എടുക്കരുത്, ഒരു മീഡിയം സൈസിലെ പീസായിട്ട് എടുക്കാം. അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഈ ഉരുളൻകിഴങ്ങൊന്ന് വേവിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് അധികമില്ല ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 വേവാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു തക്കാളി, വലിയൊരു തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് അടച്ച് വെച്ച് നമുക്കിനി ഉരുളക്കിഴങ്ങും തക്കാളിയും ഒരുമിച്ച് അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്താ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് പാലക്കിൻ്റെ ഇല കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തത് നല്ല വൃത്തിയാക്കി എടുത്ത് പാലക്കും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ പാലക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഒരു ആവി കയറിയാൽ മതിയല്ലോ, ചീരവർഗ്ഗത്തിൽപ്പെട്ട എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് അടച്ച് ഒരു ആവി കയറിയ സമയത്ത് നമുക്ക് പാലക്കും കൂടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ആ ഗരം മസാല ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി നല്ലൊരു മണം വരും കേട്ടോ. ഈ കസൂരി മേത്തി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളിലൊക്കെ എപ്പോഴും ഉള്ളൊരു സാധനമാണ് കസൂരി മേത്തി. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. നമ്മുടെ പൊടിയുടെ ഒന്ന് നല്ല ഇത് വരാൻ വേണ്ടിയാണ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നത്, അത്രയേ ഉള്ളൂ. നമ്മുടെ ആലു പാലക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെയും കൂടി ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.